മുൻപിൽ പിച്ചള വാതിലുകൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് ആര് തകർക്കും? മുൻപേ പോകുന്ന ഈശോ തകർക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില വാതിലുകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ വെട്ടിപ്പൊളിക്കാൻ പറ്റാത്തത് ആര് കുരിശുകൊണ്ട് നിനക്ക് വേണ്ടി കുത്തി തുറക്കും? ഈശോ തുറക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മനുഷ്യന് തുറക്കാൻ പറ്റാത്ത ആ പിച്ചള വാതിൽ ഏതാണ് പ്രിയപ്പെട്ടവരെ? അത് സ്വർഗത്തിന്റെ വാതിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈ ഈശോയെ അടക്കം ചെയ്ത കുഴിമാടത്തിന്റെ മുൻപിൽ ഉരുട്ടിവെച്ച കല്ല് പോലെയാണ്. ഈ കല്ല് എന്ന് പറയുന്നത് ഒരു 15-20 പേര്, അത് സാധാരണ ചേച്ചിമാരൊന്നുമല്ല, ഒരു 15-20 പേര് നല്ല സിക്സ് പാക്ക് ഉള്ള അല്ലേ, 15-20 പേര് മല്ലന്മാരായിട്ടുള്ളവര് ശക്തിയായിട്ട് തള്ളിയാൽ മാത്രം അനക്കാൻ പറ്റുന്ന തരത്തിലുള്ള കല്ലാണ് കുഴിമാടത്തിന്റെ മുമ്പിൽ ഉരുട്ടിവെക്കുന്ന കല്ല്. അങ്ങനെയുള്ള കല്ല് നിന്റെ മുൻപേ പോയി ആര് ഉരുട്ടി മാറ്റും? ഈശോ തന്റെ ഉയർപ്പിലൂടെ അങ്ങനെയുള്ളൊരു കല്ല് നിനക്ക് വേണ്ടി ഉരുട്ടി മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കുഴിമാടത്തിന്റെ മുൻപിൽ നിന്ന് ആ കല്ല് ഉരുട്ടി മാറ്റിയതുപോലെ ഇതാ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം ദൈവം ഒരു വാതിലടച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലേ? ദൈവം ഒരു വാതിലടച്ചു. ആ വാതിലാണ് ഈശോയുടെ പുനരുദ്ധാനത്തിലൂടെ മനുഷ്യന് മുൻപിൽ തുറക്കപ്പെട്ടത്. ഈശോയുടെ കുഴിമാടത്തിന്റെ മുൻപിൽ നിന്ന് കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നത് ഒരു പ്രതീകമാണ്. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടതിന്റെ പ്രതീകമാണ് ഈശോയുടെ കുഴിമാടത്തിന്റെ തുറന്നു കിടക്കുന്ന കുഴിമാടം എന്ന് പറയുന്നത്. സ്ത്രീകൾ ഇനി ഭയപ്പെടേണ്ട. ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് ഉള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഈശോ എന്നാണ്. ആര് സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തരും എന്ന മനുഷ്യന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഈശോ എന്നാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്പെട്ടവരെ, അവൻ മലനിരകൾ നിരത്തും. അവൻ നിരത്തുന്ന മലനിരകൾ ഏത് നിരകളാണ്? അത് പാപത്തിന്റെ മലനിരകളാണ്. അത് അഹങ്കാരത്തിന്റെ മലനിരകളാണ്. അത് അസൂയയുടെയും അശുദ്ധിയുടെയും തിന്മകളുടെ മലനിരകളാണ്. ഈ മലനിരകൾ പിശാചിന്റെ കൊമ്പിന്റെ മലനിരകൾ അവൻ കുരിശു മരണം വഴി നിരത്തിയത് നമ്മൾ കണ്ടില്ലേ?